സോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോൻ്റെ അകത്ത് ദയും ദിയും എവിടെയാണ് യൂസ് ചെയ്യുക, ബേസിക്കലി THE എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് കൂടാണ്ട് ആർട്ടിക്കിൾസിൽ വേറെ 2 വാക്കുകളും കൂടി ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എയും ആനും അല്ലെ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു എന്നുള്ളൊരു മീനിങ് ആണ് എയും ആനും ഉള്ളത്. ഒരു എന്തെങ്കിലും ഒരു സാധനം, ഒരു ബുക്ക്, ഒരു പേന, ഒരു വസ്തു. അപ്പം ഈ ഒരു എന്ന് പറയുമ്പോഴാണ് എയും ആനും യൂസ് ചെയ്യുന്നത്. എ യൂസ് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുന്നേയും ആൻ തുടങ്ങുന്നത് വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുന്നെയാണ്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നൗറിൻ ഹെൽപ്പ് ചെയ്യൂ എന്നെ. യെസ്. ഓക്കെ, ഞാൻ ഒരു സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് അറിയാം. ഞാനൊരു പൂച്ചനെ കണ്ടു. ഐ സോ എ കാറ്റ് ആണ്. കാറ്റ് തുടങ്ങുന്നത് ക എന്നുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് എ കാറ്റ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ആപ്പിൾ കഴിച്ചു എന്ന് പറയുകയാണെങ്കിലോ? ഐ ഏറ്റ് ആൻ ആപ്പിൾ ആണ്. ആൻ ആപ്പിൾ, ആപ്പിൾ ആ എന്നുള്ളൊരു സൗണ്ട് വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ആപ്പിൾ. ഓക്കെ, ഇനി എനിക്കൊരു ബുക്ക് ഉണ്ട്. ഐ ഹാവ് എ ബുക്ക്. ബ എന്നുള്ളത് കോൺസണന്റ് സൗണ്ട് ആണ്. എ ബുക്ക്. ഇനി അവനൊരു ആർട്ടിസ്റ്റ് ആണ് എന്നാണെങ്കിലോ? അവനൊരു ആർട്ടിസ്റ്റ് ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.